നമസ്കാരം. ചത്ത പച്ച എന്ന സിനിമയെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ചിത്രത്തിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ആരംഭിച്ചതാകട്ടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ലാലേട്ടനാണ്. അതിനവർ കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു ക്യാപ്ഷനുണ്ട്. ആ ക്യാപ്ഷനിൽ സ്പെഷ്യൽ എന്നുള്ള വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് എൽ എന്ന വാക്കിന് ക്യാപിറ്റൽ ലെറ്റർ ആക്കിക്കൊണ്ടാണ്. നമുക്കറിയാം എൽ എന്ന് പറയുന്നത് ലാലേട്ടനെ സൂചിപ്പിക്കാനായിട്ട് തന്നെയാണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ബുക്ക് ചെയ്യുന്നതെന്ന് അവർ കാണിച്ചിരിക്കുകയാണ്. അങ്ങനെ തൻ്റെ ഒരു കസിനും കൂടിയായിട്ടുള്ള അദ്വൈത് നായർ എന്ന ചെറുപ്പക്കാരൻ്റെ ആദ്യ സംവിധാന സംരംഭം ചത്തപ്പച്ച എന്ന സിനിമ, അതും WWE പശ്ചാത്തലത്തിൽ, റെസ്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ മട്ടാഞ്ചേരിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കഥ പറഞ്ഞു പോവുകയാണ്. അതിൽ അർജുന അശോകനുണ്ട്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം വൈശാഖ് നായർ എന്ന് പറഞ്ഞ ആ കഥാപാത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കിടിലൻ വില്ലൻ കഥാപാത്രമായിട്ട് അദ്ദേഹം എത്തിയിട്ടുള്ളതാണ്. ആനന്ദത്തിലെ കുപ്പിയിൽ നിന്ന് അദ്ദേഹം മാറിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ കാലിബറുള്ള നടനാണ് താൻ തെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ റോഷൻ മാത്യുവുമുണ്ട്. ഇവരെ കൂടാതെ തന്നെ സ്പെഷ്യലായ ഒരാളും കൂടിയുണ്ട്. നമുക്ക് ആ ടീസറിൽ കാണാം, അദ്ദേഹം തലയിൽ ഒരു കെട്ടും കെട്ടി ഇറങ്ങി വരുന്നത് കാണാം. അതാരാണെന്നൊക്കെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ കൈ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായ അദ്ദേഹം ആരാണെന്ന്. വാൾട്ടർ എന്ന കഥാപാത്രമായിട്ട് അദ്ദേഹം എത്തുമ്പോൾ അതൊരു എരമ്പും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയിലൂടെ അദ്ദേഹം കടന്നു വന്നു. അതിൽ അദ്ദേഹത്തിന് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഒരു രേഖാചിത്രം എന്ന സിനിമയിലൂടെ അദ്ദേഹം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു വൻ വിജയമാണ് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ സിനിമ എന്നതിനേക്കാളും ഉപരി അതൊരു ആസിഫ് അലി സിനിമയായിരുന്നു. എന്നിട്ട് പോലും നമുക്കറിയാം മമ്മൂക്കയുടെ പേരിൽ തന്നെയാണ് ആ സിനിമ അറിയപ്പെട്ടത്. ഏതായാലും ആ സിനിമ വലിയ വിജയത്തിലേക്ക് നീങ്ങി. അങ്ങനെ അതൊരു കൾട്ട് ക്ലാസിക് വിഭാഗത്തിൽ പെടുത്താവുന്നൊരു സിനിമ കൂടിയായി അത് മാറിക്കഴിഞ്ഞു. ഏതായാലും ഈ ഒരു സിനിമ നമ്മളാരും പ്രതീക്ഷിക്കുന്ന തലത്തിലേക്കാൾ അപ്പുറത്തേക്ക് ഈ ചത്താപ്പച്ച എന്ന സിനിമ എത്തുമെന്ന കാര്യം ഉറപ്പാണ്. റെസ്ലിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിലൊരു കഥ പറയുമ്പോൾ അത് മമ്മൂക്ക അതിൻ്റെ ഒപ്പം ഉണ്ടാവുമ്പോൾ നമുക്കറിയാം ആ സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന നേട്ടം നമ്മളാരും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. ഏതായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ സിനിമയുടെ വലിയ നേട്ടങ്ങൾക്കും പുതിയ അപ്ഡേറ്റുകൾക്കുമായിട്ട്. ഏതായാലും ബുക്ക് മൈ ഷോയിൽ സിനിമയുടെ ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് പലരും. ഞാനും ഈ സിനിമ ആദ്യ ദിവസം കാണാൻ ആഗ്രഹിക്കുന്നത്. 22-നാണ് സിനിമ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ചിത്രം ആക്ഷൻ പാക്ക്ഡ് മൂഡിലാണ് സിനിമ വരുന്നതെങ്കിൽ ഒപ്പം തന്നെ ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് ശങ്കർ എഹ്സാൻ ലോയ് എന്ന ബോളിവുഡിൽ തരംഗം സൃഷ്ടിച്ച ആ ഒരു കൂട്ടുകെട്ടാണ്. അത് മലയാളത്തിൽ ആദ്യമായിട്ട് അവരെത്തുകയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു വിജയ ചിത്രമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ചിത്രത്തിൻ്റെ തിരക്കഥയും എല്ലാം തന്നെ ഗംഭീരമാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ചിത്രത്തിൻ്റെ മേക്കിംഗ് ഗംഭീരമാണെന്ന് അറിയുന്നു. അപ്പോൾ മമ്മൂക്കയുടെ സാന്നിധ്യം കൂടിയാകുമ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാം.